ഹായ് ഫ്രണ്ട്സ്, AAP MLA അമാനുള്ള ഖാനെ ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴും സംഭവിച്ചതല്ല, 2018 എന്തേ ഇലക്ഷന്റെ ഈ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ട് പ്രതിപക്ഷ MLA-മാർ, പ്രതിപക്ഷ നേതാക്കൾ മാത്രം അറസ്റ്റ് ചെയ്യപ്പെടുന്നു? അവർ തെറ്റുകാരാണെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിലോ ചോദ്യം ചെയ്യുന്നതിലോ നടപടി എടുക്കുന്നതിലോ ആർക്കും വിരോധമില്ല. പക്ഷെ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർ മാത്രം? പാകിസ്ഥാനിലൊക്കെ ആണെങ്കിൽ ഇലക്ഷൻ സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാർ ഒട്ടുമുക്കാലും ജയിലിലായിരിക്കും, അറസ്റ്റ് ചെയ്യും. അതിന്റെ മറ്റു പതിപ്പല്ലേ ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, എത്രയെത്രയോ ഭരണപക്ഷ നേതാക്കന്മാർ, MLA-മാർ, MP-മാരൊക്കെ ഇതിനേക്കാൾ വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നു. എണ്ണി പറയാൻ എത്രയെത്രയോ പേരുകളുണ്ട്. അവരൊന്നും അറസ്റ്റ് ചെയ്യപ്പെടുകയില്ല. BJP-ക്കാരാണെങ്കിലും NDA ഘടകകക്ഷികളാണെങ്കിൽ പോലും അവർ അധികാരത്തിന്റെ സംരക്ഷണ വലയത്തിലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ NDA സഖ്യത്തിലേക്ക്, BJP സഖ്യത്തിലേക്ക് വരുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. NDA സഖ്യത്തിൽ തുടരുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ BJP-യെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം. ഒരു ഉദാഹരണം മാത്രം എടുക്കുക. ആന്ധ്രയിലെ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ എത്രയെത്രയോ കേസുകളുണ്ട്. അദ്ദേഹം ജയിലിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ BJP എതിർക്കുകയാണെങ്കിൽ പോലും പാർലമെന്റിൽ BJP സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ചും രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത BJP അദ്ദേഹത്തിന്റെ കൂടെ പിന്തുണയോടുകൂടിയാണ് ബില്ലുകൾ പാസ്സാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ നടപടികളും മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എത്രയെത്രയോ ഉദാഹരണങ്ങൾ. ഇതിന്റെ പേരാണ് ഡബിൾ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഇരട്ടത്താപ്പ്. ഇനിയിപ്പോ BJP-യുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഡൽഹി, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ BJP-ക്ക് ശക്തമായി തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഒരു ബൂമറാങ് പോലെ ഈ അറസ്റ്റ് നാടകങ്ങൾ മാറുകയില്ലേ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാവുകയില്ല. കാരണം ആദ്യം അറസ്റ്റ് ചെയ്ത AAP-ക്കാർക്ക് പുറത്തു വന്നു കഴിഞ്ഞു. കേജ്രിവാൾ ജയിലിലാണ്, അദ്ദേഹം പുറത്തു വരും. അങ്ങനെ അറസ്റ്റ് നാടകം നീളുന്നു. അപ്പോഴേക്കും ഇലക്ഷൻ പൂർത്തിയാകും. അത് തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇലക്ഷനെ എങ്ങനെ ബാധിക്കുമെന്ന് കത്തിരുന്ന് കാണാം.